മുരളിയെ പോലെ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ഒരു ഒട്ടും പ്രൊഫഷണൽ അല്ലാണ്ടും ഒരു എത്തിക്സ് ഇല്ലാത്തൊരു പരിപാടിയല്ലേ എന്നുള്ള രീതിയിലേക്കാണ് എൻ്റെ ഒരു ഇതുണ്ടായത്. ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങണം, നമുക്ക് വേണമെങ്കിൽ 2 ദിവസം മാറ്റി വെക്കാം, ഞാൻ മധുസാറോട് ഇപ്പോൾ പറയാം, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശ്രീനി പറഞ്ഞ് ഒന്നും എഴുതിയിട്ടില്ല. അതും മാത്രമല്ല അടുത്ത ഡയലോഗാണ് എൻ്റെ ശ്രീനി എന്നോട് പറഞ്ഞ ഡയലോഗാണ്, എന്താ നമ്മുടെ സിനിമയുടെ കഥ എന്ന്. മുരളി ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിങ്ങിന് വരില്ല, മുരളി നേരെ എറണാകുളത്തേക്ക് പോയി അവിടെ നിന്ന് ചെന്നൈക്ക് പോവുക, ഏതോ ഒരു പടത്തിൻ്റെ അർജൻറ്റ് ഡബ്ബിങ് ഉണ്ട്, നാളെ അത് ഡബ് ചെയ്ത് കൊടുത്തിട്ട് മറ്റന്നേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പാണ്. നെടുമുടി വേണുവിന് വളരെ ശക്തമായൊരു ക്യാരക്ടറാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. വേണിച്ചേട്ടൻ വളരെ അപൂർവമായിട്ടാണ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ജോർജ് സാറിൻ്റെ പടത്തിൽ, പത്മരാജൻ്റെ പടത്തിലൊക്കെ ചില സിനിമകളിൽ അതുപോലെ നെഗറ്റീവ് ക്യാരക്ടർ, പിന്നെ തകര പോലുള്ള സിനിമകളിലൊക്കെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് എൻ്റെ സിനിമാ ജീവിതത്തിൽ അതുപോലുള്ളൊരു നിമിഷം ഉണ്ടായിട്ടില്ല. കാരണം മുരളി എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് മുരളി പറഞ്ഞില്ല ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിക്കുന്ന പൊന്നാഞ്ഞിലി തോളിയോ എന്നാരംഭിക്കുന്ന ഒരു പാട്ട്. അത് ഞാൻ ഓർക്കാൻ കാരണം വെച്ചാൽ ഹാർമോണിയപ്പെട്ടി എടുത്തു വെച്ചിട്ട് രവീന്ദ്ര മാഷ് അങ്ങ് ടൺ 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 എന്നിട്ട് ഞാൻ ശ്രീനിയുടെ മുഖത്ത് ഇങ്ങനെ തുറപ്പിച്ച് നോക്കി. അല്ല ശ്രീനി എന്നെ കളിയാക്കുകയാണ്. ശ്രീനി പറഞ്ഞു, അമ്മ സത്യം കളിയാക്കുകയല്ലേ, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി, ഞാൻ ബ്ലാങ്കാണ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് തകർന്നുപോയി. കാരണം എന്നോടൊരു വാക്ക് പറയാതെ മുരളിയെ പോലെ ഇങ്ങനെ നമ്മളായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ആക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആ നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു ശ്രീനി വരും, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ്, ശ്രീനിവാസനല്ലേ പുള്ളി ലൊക്കേഷനിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതും. എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം വളരെ പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. ഞാനും ശ്രീനിവാസനും ചേർന്ന് ചെയ്ത സിനിമ. പാവമ്പാൻ രാജകുമാരൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഞാനും ശ്രീനിവാസനും കൂടി ചമ്പക്കുളം തച്ചൻ ചെയ്യുന്നത്. അതുവരെ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ തന്നെ ചെയ്ത പാവമ്പാൻ രാജകുമാരനിൽ നിന്ന് വളരെ വ്യത്യസ്തമാർന്ന ഒരു കഥ, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥ, വളരെ സംഘർഷം നിറഞ്ഞ ഒരുപാട് സംഘടന മുഹൂർത്തങ്ങളും അതുപോലുള്ള ആത്മസംഘർഷങ്ങളും ഒക്കെ ഉള്ളൊരു കഥ. പക്ഷെ അത് ശ്രീനിയുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ നർമ്മമൊക്കെ ചേർത്ത് നമ്മൾ സിനിമയാക്കിയതാണ്. ഈ ചമ്പക്കുളം തച്ചൻ്റെ തിരക്കഥയുടെ കാലത്തൊരു രസകരമായ സംഭവം ഉണ്ടായി. അതായത് ഞാനും ശ്രീനിയും കൂടി ഇങ്ങനൊരു സിനിമ ചെയ്യാനായിട്ട് ആദ്യം ആലോചിക്കുന്നു. അപ്പോൾ പല ജോണറിലുള്ള സിനിമ ആലോചിച്ചു. വള്ളംകളി പശ്ചാത്തലമാക്കിയിട്ട്, കുട്ടനാടിനെ പശ്ചാത്തലമാക്കിയിട്ടൊരു സിനിമ എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ കഥയൊന്നും ആയിട്ടില്ല. അപ്പോൾ കുട്ടനാട്, ശ്രീനിവാസൻ അന്ന് കുട്ടനാട് അങ്ങനെ കണ്ടിട്ടില്ല, ഞാനും അങ്ങനെ അതിൻ്റെ ഇൻറ്റീരിയറിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. ആലപ്പുഴയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ അങ്ങനെ കുട്ടനാട്ടിലേക്ക് അങ്ങോട്ടൊന്നും കൂടുതൽ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കുട്ടനാട് പോകാം, മൊത്തം കുട്ടനാടൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു ധാരണയ്ക്ക് അന്ന് രഞ്ജി പണിക്കർ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ സജീവമായിട്ടില്ല. അദ്ദേഹം ഒരു പത്രത്തിൻ്റെ ലേഖകനായിരുന്നു ആ സമയത്ത്. ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ രഞ്ജി പണിക്കരെ വിളിച്ചു ശ്രീനിവാസൻ. ഇങ്ങനെ രഞ്ജിയുടെ വീട് അവിടെ കുട്ടനാട്ടിലാണ്, നെടുമുടി അടുത്താണ് വീട്. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണണം, രഞ്ജി സഹായിക്കണമെന്ന് പറഞ്ഞ് രഞ്ജി പറഞ്ഞു ഓക്കെ പിന്നെന്താ. അങ്ങനെ നെടുമുടിയിൽ അവിടെ ബോട്ട് കെട്ടിയുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു രഞ്ജി. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് അവിടെ ചെന്നു. രഞ്ജി ഒരു ബോട്ടൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. രഞ്ജി പണിക്കരുടെ കൂടെയാണ് ഞാനും ശ്രീനിവാസനും കൂടി ഈ കുട്ടനാടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കായലിലൂടെ പോവുകയാണ്. പോണ വഴിക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള ആശയം, സിനിമയുടെ ആശയം രഞ്ജി പണിക്കരായിട്ട് പങ്കുവച്ചു. അപ്പോൾ വള്ളം കളിക്കാരുടെ അതിൽ പ്രധാനപ്പെട്ട തച്ചൻ, അത് സീനിയറായിട്ടുള്ളൊരു തച്ചൻ, മൂത്താശ്ശേരി എന്ന് പറയുന്ന ഒരു ആശാരിയാണ് പ്രധാന കഥാപാത്രമായിട്ട് നമ്മൾ ആലോചിക്കുന്നത്. അയാളുടെ കീഴിൽ അഭ്യസിക്കുകയും പിന്നീട് വലിയ ഒരു തച്ചനായി മാറിയിട്ടുള്ള മുരളി ചെയ്യേണ്ട ക്യാരക്ടർ, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സൂചനകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ സിനിമയുടെ കഥാപാത്രം പോലെ തങ്കപ്പനാശാരി എന്ന് പറഞ്ഞിട്ട് അക്കാലത്തെ ഏറ്റവും വലിയ ഈ ചുണ്ടൻ വള്ളങ്ങൾ പണിയുന്ന ആശാൻ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടാം, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ അളവുകളടക്കം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സിനിമയിലൊക്കെ കുറേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അയാളുടെ ക്യാരക്ടറിൻ്റെ സവിശേഷതകൾ, അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പിന്നീട് ഞങ്ങൾ തിരക്കഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ തിരക്കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ ആദ്യം ചെയ്തൊരു 1 ലൈൻ ഉണ്ടാക്കുകയാണ്. മിക്കവാറും എല്ലാ പടത്തിനും ശ്രീനിവാസൻ്റെ രീതി അതാണ്. അങ്ങനെ ആദ്യമധ്യാന്നുള്ളൊരു കഥ ഉണ്ടായി വരുന്നു, അതിന് ഫുള്ളായിട്ടൊരു 1 ലൈൻ ഉണ്ടാക്കുന്നു.
ആ വൺ ലൈൻ ശ്രീനിവാസൻ്റെ കൈപ്പടയിൽ തന്നെയാണ് ശ്രീനിവാസൻ എപ്പോഴും വൺ ലൈൻ എഴുതുക. അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില നോട്ട്സൊക്കെ അതിൻ്റെ അകത്ത് എഴുതും. പിന്നീട് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുമ്പോൾ, ഡയലോഗ് എഴുതേണ്ടി വരുമ്പോൾ ചില ഡയലോഗിൻ്റെ ചില സൂചനകളൊക്കെ അതിലെഴുതും വൺ ലൈനിൽ. അങ്ങനെ ഒരു 10-60 പേജുള്ള വൺ ലൈനാണ് ഈ പടത്തിന് ഞങ്ങൾ എഴുതിയുണ്ടാക്കിയത്. മധുസാറാണ് മൂത്താശ്ശേരിയായിട്ട് നമ്മൾ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്. KR വിജയ ഭാര്യ, പിന്നെ നെടുമുടി വേണുവിന് വളരെ ശക്തമായൊരു ക്യാരക്ടറാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. വേണിച്ചേട്ടന് വളരെ അപൂർവമായിട്ടാണ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ജോർജ് സാറിൻ്റെ പടത്തിൽ, പത്മരാജൻ്റെ പടത്തിലൊക്കെ ചില സിനിമകളിൽ അതുപോലെ നെഗറ്റീവ് ക്യാരക്ടർ, പിന്നെ തകര പോലുള്ള സിനിമകളിലൊക്കെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നായകനായതിനു ശേഷം ഒരു നെഗറ്റീവ് ക്യാരക്ടർ നെടുമുടി വേണു ചെയ്യുന്നത് ഈ സിനിമയിലാണ്. അങ്ങനെ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയി. ഏകദേശം കമ്പോസിങ് പരിപാടി ആലപ്പുഴയിൽ വെച്ചിട്ട് തന്നെയാണ് കമ്പോസിങ്. റെയിൽമാൻ ഹോട്ടലിലാണ്. ബിച്ചു തിരുമലയാണ് ലിറിക്സ്, രവീന്ദ്ര മാഷാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ രവീന്ദ്ര മാഷും ബിച്ചു തിരുമലയും വന്നു. ഞാൻ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു, പാട്ടുണ്ടാക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇവർ ഈ മുരളിയുടെ ക്യാരക്ടറും ശ്രീനിവാസൻ്റെ ക്യാരക്ടറും കൂടി ഈ കരയിലേക്ക് വരുന്നതാണ്. പിന്നെ വിനീതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിട്ടുള്ളത്. വിനീതിനെ സംബന്ധിച്ചോളം വിനീത് ചെയ്തിട്ടുള്ളതിന് വ്യത്യസ്തമായൊരു ക്യാരക്ടർ കൂടിയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു പാട്ടാണ്, അതിൻ്റെ സിറ്റുവേഷനാണ് ആദ്യം ഞാൻ പറയുന്നത്. ആ പാട്ടാണ് ആദ്യം കമ്പോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ പഴയ വള്ളംകളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടിൻ്റെയൊക്കെ ഒരു ചായയൊക്കെ ഉള്ള പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രവീന്ദ്ര മാഷ് ആസ് യൂഷ്വൽ ഹാർമോണിയം പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് കമ്പോസിങ് തുടങ്ങി. ഈ വള്ളംകളി മത്സരത്തിനൊക്കെ ഉള്ള ഒരു ട്യൂണിലുള്ളൊരു പാട്ടാണ്. ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിക്കുന്ന പൊന്നാഞ്ഞിലി തോളിയോ എന്നാരംഭിക്കുന്നൊരു പാട്ട്. അത് ഞാൻ ഓർക്കാൻ കാരണം വെച്ചാൽ ഹാർമോണിയം പെട്ടി എടുത്ത് വെച്ചിട്ട് രവീന്ദ്ര മാഷ് അങ്ങ് ടൺ 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 എന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബിച്ചുവിൻ്റെ ഒരു കാര്യം എന്നതാണ്. ബിച്ചു അപ്പം തന്നെ ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അപ്പോൾ തന്നെ ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിക്കുന്ന പൊന്നാഞ്ഞിലി തോണിയോ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്കങ്ങ് പാടുകയാണ്. അവിടെ നിന്നാണ് അടുത്ത ലൈൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ട്യൂൺ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ട്യൂൺ റെക്കോർഡ് ചെയ്തിട്ട് വെറുതെ കേൾപ്പിക്കാനായിട്ട് ശ്രീനിവാസനെ അയച്ചു കൊടുത്തു. ശ്രീനിവാസൻ അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിക്കുന്നത് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ടൈറ്റിലിട്ടിട്ടില്ല പടത്തിന്. അപ്പോൾ ചമ്പക്കുളം തച്ചൻ നമുക്ക് ടൈറ്റിലിട്ടാലോ, അതിനൊരു പഞ്ചുണ്ടല്ലോ, ഒരു ശക്തിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, അങ്ങനെയാണ് ചമ്പക്കുളം തച്ചൻ എന്ന് പേരിടുന്നത് ആ പടത്തിന്. അതിനുശേഷം ബാക്കി പാട്ടൊക്കെ ഉണ്ടായി. അതിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടുണ്ട് ഒളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ഇപ്പോഴും ചെറുപ്പക്കാരൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടാണ്. അതിൽ തന്നെ അതിൻ്റെ പല്ലവി കഴിഞ്ഞിട്ട് അതിൻ്റെ അനുപല്ലവിയിലും ചരണത്തിലേക്ക് ബിച്ചു എഴുതിയേക്കണ മുഴുവൻ ഈ വള്ളം പണിക്കാരുടെ അളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മുഴക്കോല് പോലും വേണ്ടാതെ നിന്നെ അളന്നിട്ട് പെണ്ണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ലൈഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രണയവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വരികളൊക്കെയാണ് ബിച്ചു അതിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് കമ്പോസിങ് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നു. ലൊക്കേഷനൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ശ്രീനിവാസൻ ആദ്യം അഭിനയിക്കാനൊരു പടത്തിൽ പോയി. അത് കഴിഞ്ഞ് വേറൊരു സിനിമയുടെ അഭിനയിച്ചിട്ടാണ് എൻ്റെയിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്, പടത്തിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അഭിനയിക്കാൻ വേണ്ടി അത് ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിക്കുന്നൊരു പടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ശ്രീനിവാസൻ ആ സ്ക്രിപ്റ്റ് തിരുത്താനായിട്ട് ഏറ്റെടുത്ത്. അന്ന് ശ്രീനിക്ക് അങ്ങനെ ഒരു പണി കൂടി ഉണ്ട്. പല പടത്തിൻ്റെ ലൊക്കേഷൻ ചെന്ന് അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ചില കറക്ഷൻസൊക്കെ പറഞ്ഞ് പിന്നെ അത് അവസാനം ശ്രീനിവാസൻ്റെ തലയിലാവും. അങ്ങനെ ശ്രീനിവാസൻ്റെ തലയിലായിട്ട് ശ്രീനി സ്ക്രിപ്റ്റ് എഴുതലും അഭിനയിക്കലും ഒക്കെ ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിങ്ങുമാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ക്യാമറാമാൻ എൻ്റെ ക്യാമറാമാൻ തന്നെ സാലു ജോർജാണ്. ചമ്പക്കുളത്തിൻ്റെ ക്യാമറാമാൻ തന്നെയാണ് ആ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാലു ഇടക്കിടക്ക് വിളിച്ചിട്ട് ഇവിടെ ഷൂട്ടിംഗ് ഭയങ്കര ഡിലേ ആണ്, സ്ലോ ആണ്, നമ്മളുടെ ഷൂട്ടിങ്ങിൻ്റെ മുമ്പ് എനിക്ക് എപ്പോഴാണ് തീരാമെന്നറിയില്ല വരണം. അപ്പോൾ ക്യാമറാമാൻ ലൊക്കേഷൻ കണ്ടിട്ടില്ല, ഞാനാണ് എല്ലാ ലൊക്കേഷനും ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ് ഷൂട്ടിംഗ് അടുക്ക് നമ്മളെല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ശ്രീനിയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. എനിക്ക് അതാണ് ടെൻഷൻ. ഞാനിടയ്ക്ക് ശ്രീനി വിളിക്കുമ്പോൾ അല്ല ഞാൻ എഴുതുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ എഴുതി തുടങ്ങാം എന്നൊക്കെ ശ്രീനി പറയും. അപ്പോൾ ശ്രീനിവാസനല്ലേ, ഞാനത് വിശ്വസിച്ചു, കുഴപ്പമില്ല അങ്ങ് നടക്കണ്ടാവെന്ന് വിചാരിച്ചു. ഷൂട്ടിങ്ങിന് ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ തിരുവല്ലയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ശ്രീനിവാസനെ കണ്ട് എന്തായി കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു വരി പോലും ശ്രീനിവാസന് എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല ശ്രീനിയുടെ മുറിയിൽ ഫയല് സ്ക്രിപ്റ്റിൻ്റെ പേപ്പറൊക്കെ നിറയെ ഇരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അത് ചമ്പക്കുളം തച്ചൻ്റെ സ്ക്രിപ്റ്റല്ല, അപ്പോൾ ഷൂട്ട് ചെയ്തുള്ള പടത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. ശ്രീനി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പടത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് തിരുവല്ലയിൽ ഷൂട്ടിംഗ് നടക്കണം, അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. അന്നേക്ക് 3-ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ പുലിവാല ഞാൻ ശ്രീനിയോട് ചോദിച്ചു, ഇത് പ്രശ്നമാകും, നമ്മളിനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങണ്ടേ, 3-ാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ശ്രീനിയോട് കുഴപ്പമില്ല, ഞാൻ ഇന്ന് തുടങ്ങും, എഴുതി തുടങ്ങാം, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ നാളെ ഇപ്പോൾ മധുസാറൊക്കെ കയറി വരും, മദ്രാസിൽ നിന്ന് KR വിജയ വരും, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, നമ്മൾ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺഫിഡൻ്റായിട്ട് പറയുന്നു. അപ്പോൾ എനിക്ക് ക്യാമറാമാനെ കിട്ടിയല്ലേ പറ്റൂ. അപ്പോൾ ക്യാമറാമാൻ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുതരാമെന്ന് പറഞ്ഞു.
പകരം അവിടെ വേറെ ഏതൊരു ക്യാമറാമാനെ ഏർപ്പാട് ചെയ്യുക, ബാക്കിയുള്ള 1-2 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്. അങ്ങനെ ക്യാമറാമാൻ പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ ലൊക്കേഷൻ കാണലൊക്കെ ആയി. മൗസാർ വന്നു, കെആർ വിജയ് വന്നു, ഇവർ വന്നു, എന്താണ് അമൃത വന്നു, അങ്ങനെ എല്ലാവരും വരികയാണ്. ശ്രീനിവാസൻ എത്തിയിട്ടില്ല. പിറ്റേ ദിവസം ഷൂട്ടിംഗ് തുടങ്ങണം. അന്ന് രാവിലെ ആയപ്പോൾ അവിടെ രാത്രി മുഴുവൻ ഷൂട്ടിംഗ് ആയിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഹോട്ടലിൽ വിളിക്കുമ്പോൾ ശ്രീനി കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ശ്രീനി ഉറക്കത്തിൽ നിന്ന് ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ ശ്രീനിയുടെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനി നമ്മൾ നാളെ ഷൂട്ടിംഗ് തുടങ്ങണം, എന്തായി കാര്യം? അല്ല, ഞാൻ പുറപ്പെടുകയാണ്, കഴിഞ്ഞു, ഇവിടുത്തെ എൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഷൂട്ടിംഗ് ആയിട്ട് ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ എണീറ്റുള്ളൂ, ഞാൻ ഉടനെ പുറപ്പെടുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസർ മാധവൻ നായരാണ്, ചമ്പക്കുളം തച്ചൻ്റെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം മുരളി ഫിലിംസിൻ്റെ, പിന്നീട് മഴയത്ത് മുമ്പേ അഴകിരാവണൊക്കെ ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണത്, ഞാനുമായിട്ട് ചേർന്ന് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്ക് ആദ്യം സിനിമയാണ്, എൻ്റെ ടെൻഷനുണ്ട്. പുള്ളിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ശ്രീനിവാസൻ എത്തൂലേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായി. നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങണം, എല്ലാം ഏർപ്പാട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രീനി വരും, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കെന്തോ ഒരു കോൺഫിഡൻസ്, ശ്രീനിവാസനല്ലേ, പുള്ളി ലൊക്കേഷനിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനെ ഉച്ചയ്ക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞ ആൾ 4-5 മണിക്കായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഒരു സന്ധ്യയായി കഴിഞ്ഞപ്പോഴാണ് ആലപ്പുഴയിലെ തിരുവല്ലയിൽ നിന്ന് പുള്ളി അവിടെ എത്തുന്നത്. വന്ന് കയറി ഉടനെ ശ്രീനി പറഞ്ഞു, എനിക്ക് ഭയങ്കര പനിയാണ്, തീരെ വയ്യ എന്ന് പറഞ്ഞു. എനിക്കാകെ ടെൻഷനായി. അങ്ങനെ പുള്ളി പോയി റൂമിലിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ശ്രീനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ഇരിക്കാലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ ഇങ്ങനെ ചുമക്കുന്നൊക്കെ ഉണ്ട്, വയ്യാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങണം, നമുക്ക് വേണമെങ്കിൽ 2 ദിവസം മാറ്റി വെക്കാം, ഞാൻ മധുസാറോട് ഇപ്പോൾ പറയാം, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശ്രീനി പറഞ്ഞ്, ഒന്നും എഴുതിയിട്ടില്ല, അത് മാത്രമല്ല അടുത്ത ഡയലോഗാണ് എൻ്റെ ശ്രീനി എന്നോട് പറഞ്ഞ ഡയലോഗാണ്, എന്താ നമ്മുടെ സിനിമയുടെ കഥ എന്ന്. ഞാൻ പെട്ടെന്നൊരു നിമിഷം അങ്ങ് സ്റ്റണ്ടായിപ്പോയി. കാരണം നാളെ തുടങ്ങേണ്ട സിനിമയുടെ തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ, കഥയും തിരക്കഥയൊക്കെ ശ്രീനിയുടെയാണ്. കഥ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ശ്രീനിയുടെ മുഖത്ത് ഇങ്ങനെ തുറപ്പിച്ച് നോക്കി. പിന്നെ ശ്രീനി എന്നെ കളിയാക്കുകയാണ്. ശ്രീനി പറഞ്ഞു, അമ്മ സത്യം കളിയാക്കുകയല്ലേ, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി, ഞാൻ ബ്ലാങ്കാണ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പെട്ടിയിൽ വൺലൈനുണ്ട്, അതൊന്ന് വായിച്ചു നോക്ക്. അല്ല വായിക്കാം, പക്ഷേ അത് വായിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും, 10-60 പേജില്ലേ. ഞാനത് ഇപ്പോൾ എടുത്ത് നോക്കി, വായിക്കാൻ എനിക്ക് പറ്റണില്ല. ഒന്നാമത് തലവേദനയൊക്കെ എടുത്തിട്ട് വയ്യ, പനിയുണ്ട്. കമലൊന്ന് കഥ പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ആദ്യം മുതൽ 1 ലൈൻ വെച്ചിട്ട് ഫുള്ളായിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1 ലൈൻ്റെ കോപ്പി വെച്ച് ഞാൻ ഫുള്ളായിട്ട് ആ 1 ലൈൻ ഡീറ്റെയിൽ ആയിട്ട് എലോബറേറ്റ് ചെയ്തിട്ട് ഫുൾ കഥ ശ്രീനിയോട് പറയാം. ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത കഥയാണ്, അതങ്ങ് ഡീറ്റെയിൽ പറയാം. അപ്പോഴേക്കും ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും രാത്രി. അപ്പോൾ അതിങ്ങനെ കേട്ടിരുന്നിട്ട് ശ്രീനി പറഞ്ഞ്, കുഴപ്പമില്ലല്ലേ, നമുക്ക് ഫുൾ കഥ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഥ ഉണ്ടായിട്ട് കാര്യമില്ല, സ്ക്രിപ്റ്റ് വേണ്ടേ, എന്നാലും ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, നാളെയും മറ്റന്നേയും കൂടി 2 ദിവസം പാട്ടൊക്കെ റെഡിയല്ലേ, പാട്ട് ഷൂട്ട് ചെയ്യുക അവൽ, അപ്പോഴേക്കും നമുക്കൊന്ന് ഇത് വെക്കാം. അപ്പോൾ മധുസാർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ പാട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ മധുസാർ വെച്ചിട്ട് പാട്ടൊക്കെ തുടങ്ങിയ സാറ്, അപ്പോൾ ഒരു സീൻ നമുക്ക് ഷൂട്ടിങ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനി പറഞ്ഞു, ചെറിയ ഏതെങ്കിലും സീനാണെങ്കിൽ നമുക്ക് തുടങ്ങാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു സീൻ അതിൽ പറഞ്ഞു, മധുസാറും കെആർ വിജയും രമ്പയും കൂടി ഉള്ള ഒരു ചെറിയ സീൻ അവരെ വെച്ച് തന്നു. അപ്പോൾ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു, ആദ്യത്തെ ഒരു 5-6 ദിവസം എന്നെ അഭിനയത്തിൽ നിന്ന് ഒഴിവാക്കിയൊന്നും തരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീൻ അഭിനയിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുത്ത് കിടക്കില്ല, ഞാൻ അപ്പോഴേക്കും എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ മധുസാറുടെ വീടും കാര്യങ്ങളായിട്ടുള്ള സീനൊക്കെ തുടങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ഡേ ഒരു സീൻ രാവിലെ തന്നെ ശ്രീനി എഴുതി തന്നു, അത് വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ആണെങ്കിൽ ഒന്നാമതൊരു മഴക്കാലം, ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. പക്ഷേ ഓഗസ്റ്റിൽ ഭയങ്കര മഴയായിരുന്നു, എല്ലാ ദിവസവും പെരും മഴയാണ് ഷൂട്ടിങ്ങിൽ. അതുകൊണ്ട് തന്നെ കുറേ സീനൊക്കെ നമ്മൾ മഴയത്താണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മഴ കുറച്ച്, അതിൻ്റെ ഇടയിൽ ഔട്ട്ഡോറിലാണ് കംപ്ലീറ്റ്, തോടും ഈ കായലും ഒക്കെ ആയിട്ടുള്ള ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ മുരളി ജോയിൻ ചെയ്തു, നെടുമുടി വേണു, അവരൊക്കെ ഉള്ള സീൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കും, കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് ഷൂട്ടിംഗ് നടക്കുക. ഇതിനിടയ്ക്ക് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീനി അഭിനയിക്കാൻ ജോയിൻ ചെയ്തു. ശ്രീനിയുടെ സീൻസ് എടുത്തു. ഒടുവിലുണ്ട് കൃഷ്ണനുണ്ട്, ജഗതി ശ്രീകുമാറുണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിൻ്റെ അകത്ത്. ഇവരുടെയൊക്കെ സീൻസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് നെടുമുടി വേണും മുരളിയും കൂടിയുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പാണ് പാടത്ത് ചെളിയിൽ കിടന്നിട്ട് 2 പേരും കൂടി അടിക്കുന്നത്. അതായത് നെടുമുടി വേണു വില്ലൻ എന്നുള്ള ഇയാളാണ് അയാളുടെ ജീവിതത്തിലെ, മുരളിയുടെ ജീവിതത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം വേണിച്ചേട്ടനെ കൊല്ലാൻ പോകുന്ന സീനാണ്. വെട്ടുകത്തി കേട്ട് വെട്ടാനിട്ടിട്ട് ഓടിക്കുന്നതാണ്. അപ്പോൾ ഈ ചെളിയിൽ കിടന്ന് പാടത്ത് ചെളിയിൽ പറഞ്ഞിട്ട് ഉള്ള ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഉച്ചവരെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഫുൾ ചെളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, ശരീരത്തിലും മുഖത്തൊക്കെ ചെളിയാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുരളിയും വേണിച്ചേട്ടനുണ്ട്, 2 പേരും ചെളിയായിട്ട് നിൽക്കില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു നെടുമുടിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഒരു 5-8 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന്. അപ്പോൾ മുരളി പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, ആകെ ചെളിയായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല,
ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് കാറിൽ കയറിയിട്ട് അപ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞു ഞാനും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കാറിൽ കയറി പോയി. വേണിച്ചേട്ടൻ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ശ്രീനിവാസനെ അല്ല ഒരാളോട് പറഞ്ഞു, നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെ ഒരു പയ്യനെ വിളിച്ചിട്ട് വേണിച്ചേട്ടൻ പറഞ്ഞു ശ്രീനിവാസനോട് ചെന്നിട്ട് ഒരു കുറിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വേണിച്ചേട്ടൻ കടലാസിൽ എഴുതിയിട്ട് ആ പ്രൊഡക്ഷൻ മാനേജറെ അടുത്ത് കൊടുത്തു വിടുക. അപ്പോൾ ഞാൻ ഊണ് കഴിച്ചിട്ട് ഇങ്ങനെ അടുത്ത സീൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും സാലുമൊക്കെ. അപ്പോഴാണ് ശ്രീനിക്ക് കുറിപ്പ് കിട്ടുന്നത്. വേണിച്ചേട്ടൻ്റെ കുറിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളി ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിങ്ങിന് വരില്ല, മുരളി നേരെ എറണാകുളത്തേക്ക് പോയി അവിടെ നിന്ന് ചെന്നൈക്ക് പോവുക, ഏതോ ഒരു പടത്തിൻ്റെ അർജൻറ്റ് ഡബ്ബിങ് ഉണ്ട്, നാളെ അത് ഡബ് ചെയ്ത് കൊടുത്തിട്ട് മറ്റന്നേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പാണ്. അപ്പോൾ ശ്രീനി കുറിപ്പ് വായിച്ചിട്ട് ശ്രീനിയോട് അപ്പം മുരളി തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡബ്ബിങ്ങിന് പോകണം, പക്ഷേ എനിക്ക് കമലിനോട് ചോദിക്കാൻ പറ്റില്ല, കമൽ ഭയങ്കര ടെൻഷനിലാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ട് ഈ കുറിപ്പ് അത് മുരളി എഴുതിയതല്ല, വേണിച്ചേട്ടൻ എഴുതിയിട്ടാണ്. ഈ കുറിപ്പ് ശ്രീനി എന്നെ കാണിച്ചു. ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് തകർന്നു പോയി. കാരണം എന്നോടൊരു വാക്ക് പറയാതെ മുരളിയെ പോലെ ഇങ്ങനെ നമ്മളായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ആക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആ നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. ഞാനങ്ങനെ പ്രൊഡ്യൂസറെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മുരളി വേണം, മധുസാർ വെയിറ്റ് ചെയ്യണം, കെ.ആർ. വിജയൊക്കെ വെയിറ്റ് ചെയ്യണം ഹോട്ടലിൽ. ഈ സീൻ കഴിഞ്ഞാൽ മധുസാറായിട്ടുള്ള സീനാണ്, അതിന് മുരളി വേണം, നാളെയും ഫുള്ളായിട്ട് മുരളി വേണം. മുരളി ഇല്ലാണ്ട് ഇനി ഒരു സീൻ പോലും ഈ സിനിമയിൽ എടുക്കാനില്ല മധുസാറിൻ്റെയൊക്കെ. അദ്ദേഹം നമ്മളൊരു വാക്ക് പറയാണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഷൂട്ട് ചെയ്യും, ഒരു സീൻ പോലും എടുക്കാൻ പറ്റില്ല നമുക്കന്ന്. അങ്ങനത്തെ ഒരവസ്ഥയിലായി. അപ്പോൾ എനിക്ക് ആകെ ഷോക്കായി പോയി. ഞാൻ ശ്രീനിയോട് പെട്ടെന്ന് പറഞ്ഞു ഇത് ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞ് പാക്കപ്പ് എന്ന് പറഞ്ഞു. പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറൊക്കെ ആകതായി. അപ്പോൾ പിന്നെ എനിക്ക് ആ ദേഷ്യവും എന്തൊക്കെയാണെന്ന് അറിയില്ല, എനിക്ക് വല്ലാത്തൊരു മൂഡിൽ ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ പാക്കപ്പ് എന്ന് പറഞ്ഞു. മനസ്സിലായി? ഷെഡ്യൂൾ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകാമെന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും സാറേ ഷെഡ്യൂൾ, ഞാൻ പറഞ്ഞു പിന്നെ നാളെ മറ്റന്നൊക്കെ എന്ത് ചെയ്യും, മുരളി വരാണ്ട് എങ്ങനെ ഷൂട്ട് ചെയ്യും, ഷെഡ്യൂൾ പാക്കപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പിന്നെ തുടങ്ങാം. അതിനിടയ്ക്ക് പ്രശ്നം എന്ന് വെച്ചാൽ വേണിച്ചേട്ടൻ പിറ്റേ ദിവസം പോവാം, വേണിച്ചേട്ടൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ വേണു മുരളിയായിട്ടുള്ള സീൻസൊക്കെ ബാലൻസാണ്. ഇതിങ്ങനെയൊക്കെ ഉള്ളവരോട് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷെഡ്യൂൾ പാക്കപ്പ് ഇത് പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണല്ലോ. അവസാനം പ്രൊഡ്യൂസർ ഭയങ്കര ടെൻഷനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല കമല അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ എന്ത് പറയണം, ഒരു ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേ, ഇതൊരു മര്യാദകളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കാറിൽ കയറിയിട്ട് ഞാൻ റൂമിലേക്ക് പോയി. സത്യത്തിൽ എനിക്ക് എൻ്റെ സിനിമാ ജീവിതത്തിൽ അതുപോലുള്ളൊരു നിമിഷം ഉണ്ടായിട്ടില്ല. കാരണം മുരളി എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് മുരളി പറഞ്ഞില്ല? ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ല, വിളിച്ച് ചോദിക്കാനൊന്നും പറ്റുന്നൊരു സമയമല്ലല്ലോ. ഞാൻ ആകെ ഭയങ്കരമായിട്ട് അങ്ങ് ഡെസ്പായി പോയി. കാരണം മുരളിയെ പോലെ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ഒരു ഒട്ടും പ്രൊഫഷണൽ അല്ലാണ്ടും ഒരു എത്തിക്സ് ഇല്ലാത്തൊരു പരിപാടിയായില്ലേ എന്നുള്ള രീതിയിലേക്കാണ് എൻ്റെ ഒരു ഇതുണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാധവൻ നായരും ശ്രീനിവാസനും വന്നു എൻ്റെ റൂമിലേക്ക്. അങ്ങനെ പറയും കമലൊന്ന് കൂളാവും പറഞ്ഞ് ശ്രീനി എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞത് അത് ശരിയല്ല, ഇനി എനിക്ക് ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല മുരളിയെ വെച്ചെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോഴേക്കും മധുസാർ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരോ വിളിച്ചിട്ട് മധുസാർ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മധുസാർ റൂമിലേക്ക് വന്നു. അപ്പം സാറിങ്ങനെ ഇരിക്കുക കട്ടില്ല, എന്നോട് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞ്. അങ്ങനെ കമലിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ നമ്മൾ സിനിമയിൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, നമ്മളതിനെ പക്വതയോടുകൂടി കാണണം. മുരളി ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ കമൽ പാക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നാളെ ഷൂട്ടിംഗ് തുടങ്ങാം. സാർ എനിക്ക് പറ്റില്ല, കാരണം ഒരു ആക്ടർ നമ്മളോട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയല്ല. അതുകൊണ്ടാണ്, കാരണം ഞാൻ അങ്ങനെയല്ലോ, ഞാൻ സാറിൻ്റെ അടുത്ത് നിന്നല്ലേ പഠിച്ചത് എന്നൊക്കെ ചോദിച്ച് ഞാൻ സാറിന്, കാരണം ശരിയാണ്, സാറിൽ നിന്നൊക്കെയാണ് ഞാൻ സിനിമ പഠിച്ചു വന്നത്. നമുക്ക് അങ്ങനെ പറ്റില്ല, എന്താണ് പുതിയ കാലത്ത് ഇങ്ങനെയാവണം, അന്നത്തെ പുതിയ കാലമുണ്ട് പറഞ്ഞു എങ്ങനെയാവുന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വിഷമമായിട്ട് പറയാം. അപ്പോൾ അതിന് കഴിഞ്ഞു, ഇന്ന് ഷൂട്ട് ചെയ്യണ്ട, കമൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് തുടങ്ങും, നാളെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഷൂട്ട് ചെയ്യാനായിട്ട്, കമൽ ആലോചിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിലേക്ക് പോയി. അപ്പോഴേക്ക് ദിലീപും ലാൽ ജോസൊക്കെ എൻ്റെ റൂമിലേക്ക് വന്നു. അവരും എന്നെ ആശ്വസിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വിടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്തെടുക്കുമെന്നുള്ള ആലോചിച്ചപ്പോൾ ചില ഷോർട്സ് എടുക്കാനുണ്ട്. അപ്പോൾ മോനിഷ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, മുരളിയുടെ വൈഫായിട്ട് അഭിനയിക്കുന്നത്, ഫ്ലാഷ് ബാക്കിൽ വരുന്ന ക്യാരക്ടർ. അപ്പോൾ മോനിഷ അന്ന് രാത്രി എത്തും, പിറ്റേന്ന് വരും മോനിഷയുടെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ എന്തായാലും മോനിഷ വരുന്നുണ്ടല്ലോ, മോനിഷയുടെ പാട്ടും അങ്ങനെയുള്ള ചില ഷോർട്സ് ഉണ്ട്, വേണിച്ചേട്ടനായിട്ട് മോനിഷയുടെ സീനുണ്ട്, നമുക്കത് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ തണുത്ത് നോക്കിയ നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തുടങ്ങി. മോനിഷയും നെടുമുടി കൊണ്ടുള്ള സീൻ തുടങ്ങി. അതിൻ്റെ അടുത്ത ദിവസം മുരളി എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു മുരളി വിളിച്ചിരുന്നു, മുരളി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കമലിനെ എങ്ങനെ ഫേസ് ചെയ്യും, അത് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു. മുരളി വന്നു. മുരളി രാവിലെ അതിൻ്റെ അടുത്ത ദിവസം ലൊക്കേഷനിൽ വന്നു. ഞാനപ്പോൾ രാവിലെ ലൊക്കേഷനിലെത്തി. മോനിഷയും വേണിച്ചേട്ടനുള്ള സീൻ്റെ തലേദിവസം എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മുരളി ലൊക്കേഷനിൽ വന്നിട്ട് ബാക്കിൽ വന്ന് നിൽക്കുക. എന്നെ ഫേസ് ചെയ്യാനായിട്ട് മുരളിക്ക് സ്വാഭാവികമായിട്ടൊരു മടിയുണ്ടാവും. കുറേ നേരം അങ്ങനെ നിന്നു.
പിന്നെ എൻ്റെ മുമ്പിലേക്ക് കുറച്ച് നേരം വന്നു. എന്നിട്ട് ഞാൻ നോക്കണില്ലാതെ കണ്ടപ്പോൾ തിരിച്ചു പോയി. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൂര്യൻ കുനിശ്ശേരിയാണ് അസോസിയേറ്റ്. സൂര്യനെ വിളിച്ചിട്ട് പറഞ്ഞു അയാളോട് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. മേക്കപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഫ്ലാഷ് ബാക്കാണ്, അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മേക്കപ്പിന്. അത് മേക്കപ്പ് മാനോട് പറഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്തിട്ട് മുരളി വന്നു. മുരളി വന്നു കഴിഞ്ഞിട്ട് അപ്പം ഞാൻ മുരളിയുടെ മുഖത്തൊന്നും നോക്കുന്നില്ല. ഞാൻ സൂര്യൻ്റെ അടുത്ത് പറഞ്ഞു സൂര്യ സീൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യൻ സീൻ പറഞ്ഞു കൊടുത്ത് ഡയലോഗ് കൊടുക്കാൻ പറഞ്ഞു. ഡയലോഗ് കൊടുത്തു. അപ്പോൾ ലൈറ്റപ്പൊക്കെ ചെയ്ത് ഷോട്ടൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു, റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞു. സൂര്യ റിഹേഴ്സൽ, സൂര്യ ആക്ഷൻ. ഞാൻ മുരളിയുടെ ആക്ഷൻ പറയണില്ല, സൂര്യ ആക്ഷൻ, സൂര്യ കട്ട്. ഷോട്ട് എടുക്കുമ്പോൾ മുരളിയുടെ മുഖത്തും നോക്കുന്നില്ല, ആക്ഷൻ മുരളിയുടെ. അത് പർപ്പസായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. മുരളിയുടെ ആക്ഷൻ പറയണില്ല, കട്ടും പറയണില്ല, ഒക്കെ സൂര്യ ആക്ഷൻ. അപ്പോൾ ഞാൻ സൂര്യ ആക്ഷൻ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉടനെ ആക്ഷൻ പറയും, അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യും. അപ്പോഴാണ് മുരളി അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ഇത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത ഷോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുരളി എൻ്റെ ബാക്കിൽ വന്ന് നിന്ന്. എന്നിട്ട് എന്നെ അങ്ങ് ബാക്കിൽ കൂടി അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു. കെട്ടി അങ്ങോട്ട് മുറുക്കി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിടുന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് കൊതറി വല്ലാതെ. അപ്പോൾ മുരളി എന്നെ അങ്ങോട്ട് പിടിച്ചു വലിച്ചും കൊണ്ട് മാറ്റിയെടുത്തിട്ട് എന്നെ 2 തല്ലേലിക്കും. അങ്ങനെ പറ്റിപ്പോയി. എൻ്റെ ചില പ്രശ്നങ്ങൾ അതാണ്. അതെനിക്ക് കമലിനോടൊപ്പം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ പലതാണ് ആഞ്ഞതാണ്. പക്ഷേ അപ്പോഴൊക്കെ കമൽ ഓരോ ഷോട്ടിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചീത്ത പറഞ്ഞാൽ ഞാൻ പോവാം. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ പറഞ്ഞത് കുറച്ച് ഇപ്പോൾ എനിക്ക് ക്യാമറ മുമ്പിൽ പറയാൻ പറ്റുന്ന ഭാഷയില്ല. ഞാൻ അങ്ങനെ പുള്ളിയോട് പറഞ്ഞ് ഇതൊരു മാതിരി മറ്റേ പണിയായി പോയി എന്ന് പറഞ്ഞ് എനിക്കോ പെട്ടെന്ന് നമ്മൾ ദേഷ്യം പോയി, നമ്മൾ മെൽറ്റായി. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇനി അങ്ങനെ ഇല്ല, ഒരിക്കലും കാണിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തോളത്ത് കയ്യൊക്കെ ഇട്ടിട്ട് ഇതാണ് നമ്മൾ ഈ കലാകാരന്മാർക്ക് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും ആക്ടേഴ്സിനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ എടുത്ത് ഇടയവർ ചെയ്യും. പക്ഷേ പിന്നീട് അവർക്ക് തോന്നുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും എനിക്കിപ്പോൾ ഒരു വിഷമം ഇത് പറയുമ്പോൾ ക്യാമറ റൂമിൽ പറയുമ്പോൾ എൻ്റെ സുഹൃത്താണ് മുരളി. അത് മാത്രമല്ല മുരളി ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. മരിച്ചുപോയൊരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല ഞാൻ. പക്ഷേ എന്നാലും അതിപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് ക്യാമറ റൂമിൽ പറയില്ല. പിന്നെ അതിൻ്റെ ഒരു തമാശ ഉണ്ടായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ദിലീപൊക്കെ കൂടി ആ സ്ഥലത്തിന് പേരിട്ട് മുരളി മുങ്ങിയെന്ന്. അപ്പോൾ ലൊക്കേഷൻ പറയുമ്പോൾ പിന്നെ അവിടെ നിന്ന് പോയിട്ട് ഒരു ജംഗ്ഷൻ മാതിരിയാണ്. അവിടെ നിന്ന് പാടമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകണം. ഒരു ചെങ്കല്ലിട്ട റോഡാണ്. അപ്പോൾ ചെമ്മൺ റോട്ടിൽ കൂടി അങ്ങോട്ട് പോകുമ്പോഴാണ് ആ പാടത്തിട്ടാണ് ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഷൂട്ടിംഗ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടൊക്കെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. മുരളി മുങ്ങിയ സ്ഥലമില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ മതി. അങ്ങനെ ആ സ്ഥലത്തിന് മുരളി മുങ്ങി എന്ന് പേരായി. അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ ആ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് മമ്മൂട്ടി അഭിനയിച്ച 1000 പറ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. വേണുനാഗവള്ളി ഡയറക്റ്റ് ചെയ്ത പടം. അതേ ലൊക്കേഷൻ്റെ പരിസരത്തേക്ക് ഷൂട്ടിങ്. ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത് ആ പ്രൊഡക്ഷൻ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആ മുരളി മുങ്ങിയതില്ലേ ആ ജംഗ്ഷനില്ല, അവിടെ നിന്ന് തിരിഞ്ഞാൽ മതി. പിന്നെ ആ കാലത്ത് ഈ കുട്ടനാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യണ ഏത് പടത്തിന് ആ ഭാഗത്ത് പരിസരത്ത് വരും മുരളി മുങ്ങിയാണ് ഒരു ലൊക്കേഷൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയെന്നുള്ള പിന്നീട് തമാശയായിട്ട് അതിനെ കണക്കാക്കി. അതുകൊണ്ട് കൂടിയാണ് ഞാനിതിപ്പോൾ മുരളിയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഓർത്തുകൊണ്ട് ഞാൻ ഈ കഥ പറയുന്നത്. അങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങളുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഇത്രമാത്രം എന്താ പറയുക, ഓർക്കുമ്പോൾ ചിലത് മധുരമുള്ള ഓർമ്മകളാണ്, ചിലത് കയ്പുള്ള ഓർമ്മകളാണ്. എങ്കിൽ പോലും ഇങ്ങനെയാണ് ഓരോ സിനിമാ വഴികൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.